പുതിയ പ്രഭാതത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പുതിയ ദിവസത്തിൽ ദൈവിക ആലോചനയിലും ദൈവിക കാവലിലും നമ്മെ വഴി നടത്തേണ്ടതിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ദിവസം ആരംഭിക്കാം. നമ്മുടെ ഈ തനിമയിലേക്ക് എന്ന യൂട്യൂബ് ചാനൽ വഴിയായുള്ള ദൈവിക ധ്യാനം അതിന് നമുക്ക് സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യം 22-ാം അധ്യായം 12-ാം വാക്യം. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു, ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. ദൈവത്തിൻ്റെ കാവൽ തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നിൽ ശരണപ്പെടുന്നവരെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, തങ്ങളുടെ അധരങ്ങളുടെ ബലത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്നവരെ കാക്കുന്ന ഒന്നാകുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. തങ്ങളുടെ അധരങ്ങളുടെ ബലത്തിൽ ആശ്രയിക്കുന്നവരുടെ വാക്കുകളെ മറിച്ചു കളയുന്ന ദൈവത്തിൽ ആശ്രയിക്കാതെ തങ്ങളിൽ തന്നെ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ദൈവത്തിൻ്റെ സംരക്ഷണം പരിപാലിക്കുന്നില്ല എന്ന് നമ്മളെ ഓർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവമാണ് ബലവാനെന്ന് മനസ്സിലാക്കണം. മനുഷ്യരെല്ലാം മനസ്സിലാക്കണം. പലപ്പോഴും മനുഷ്യൻ തൻ്റെ വിവേകത്തിലും തൻ്റെ ബലത്തിലും തൻ്റെ പാരമ്പര്യത്തിലും ആശ്രയിച്ച് പുകഴുന്നവരാണ്. അവയൊക്കെയും ഒന്നുമില്ല എന്നോർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുക. സമീപകാലത്തുണ്ടായ വയനാട്ടിൽ നടന്ന മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ നമുക്കൊക്കെയും പരിചിതമാണ്. നമ്മുടെ സ്മരണകളിൽ നിന്നും അത് മാഞ്ഞു പോയിട്ടില്ല. പ്രത്യേകിച്ച് മലവെള്ളപ്പാച്ചിലിൽ നിന്നും ഭയപ്പെട്ട് ഒരു സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയും കാട്ടിൽ ശരണം പ്രാപിച്ച സമയത്ത് അവർ സമീപെ ഭയപ്പെടുത്തുന്ന ഒരു കാട്ടാനയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചു. ആ സ്ത്രീക്കും ആ കുട്ടിക്കും ഇരുട്ടിൻ്റെ മറവിൽ ദൈവമല്ലാതെ ഒരു ശരണവുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഒരു രാത്രി കഴിച്ചു കൂട്ടിയ സ്ത്രീ വീണ്ടും ദൈവം വലിയവനാകുന്നുവെന്ന് സാക്ഷിക്കുവാൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് എല്ലാവരും ഓർത്തിരിക്കുന്നൊരു കാര്യമാണല്ലോ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ബലവാനാകുന്നു എന്ന് ഉറപ്പിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയുണ്ടായി. ഞാൻ ഒരു സ്ഥാപനയുടെ ചുമതലയിൽ ആയിരിക്കുന്ന സമയം പെൺകുട്ടികൾ പഠിക്കുന്ന ബോർഡിംഗ് സ്കൂള് അവിടെയുണ്ട്. 2 കുട്ടികൾ, +1 പഠിക്കുന്ന 2 കുട്ടികൾ സ്കൂളിൽ പോയ ശേഷം വൈകിട്ട് മടങ്ങി വന്നില്ല. എല്ലാവർക്കും പരിഭ്രമമായി. എല്ലാവരും അന്യോന്യം കുറ്റപ്പെടുത്തുവാനും പഴിചാരുവാനും ആരംഭിച്ചു. വിമർശനങ്ങളുടെ പെരുമഴ എല്ലായിടത്തു നിന്നും കേൾക്കുവാനിടയായി. രാത്രിയായി, കുട്ടികൾ വരുന്നില്ല. എല്ലാവരും സമീപവാസികളൊക്കെയും സഹതാപത്തോടെ സഹായിക്കുവാനായിട്ട് എടുത്തു വന്നു. കുട്ടികളെ കാണുന്നില്ല. എന്തു ചെയ്യും? ഈ വാക്യമാകുന്നു ആ സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തിയത്. ഭൂമിയിൽ എല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുള്ള ദൈവത്തോട് നിലവിളിക്കുവാനല്ലാതെ മറ്റൊന്നും ആശ്രയമില്ല. ദൈവമേ, നീ അറിയുന്നല്ലോ, നീ കാണുന്നല്ലോ. ആ കുട്ടികൾ എവിടെ പോയി? എവിടെയായിരിക്കുന്നു? നീ അറിയുന്നല്ലോ.
ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകാതെ ആ കുട്ടികളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ശരണമായിരുന്നത്. ദൈവത്തിൻ്റെ കാവലും സംരക്ഷണയും ആ കുട്ടികളെ 2 ദിവസം പരിപാലിച്ചു. 3-ാം ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു പറയുവാനിടയായി. കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം ബലവാനാകുന്നു, സർവശക്തനാകുന്നു. മറ്റാർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിവില്ലാത്ത അവസരങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ചുകൊള്ളും, നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ അനേക അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ദൈവത്തിൻ്റെ സംരക്ഷണ എല്ലാവർക്കും ലഭിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമായിരുന്നു: കർത്താവേ, അവർക്ക് വേണ്ടി കൂടിയാണല്ലോ നീ കാൽവറിയിൽ മരിച്ചത്. നീ കാൽവറിയിൽ രക്തം ചിന്തി വീണ്ടെടുത്തവർ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. ഈ ദൈവഭവനത്തിൽ വന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. ഇവിടെയുള്ളവരുടെ പ്രാർത്ഥന കുറവ് മൂലം, നിന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ കുറവ് മൂലം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയാകരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനുണ്ടായിരുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവം തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവമാണ് ബലവാനെന്ന് കാണിക്കുവാൻ നമ്മെ നടത്തുന്ന വഴികളിൽ നാം പരാജയപ്പെട്ടു പോകാതെ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാനും നമ്മുടെ ആശ്രയം പുതുക്കുവാനും വിശ്വാസം ശക്തിപ്പെടുത്തുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം തൻ്റെ അനുഗ്രഹങ്ങളാൽ, തൻ്റെ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം.